ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മാത്സ് ആണ്. നമ്മുടെ പുതിയ പുസ്തകമാണ് പാർട്ട് 2. പാർട്ട് 2ലെ ഫസ്റ്റ് യൂണിറ്റായ ഫോറസ്റ്റ് ഫെസ്റ്റ്, അതിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. 3 വീഡിയോ നമ്മൾ മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്കൊക്കെ മാത്സൊക്കെ നന്നായിട്ട് മനസ്സിലാവും. നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത്? എന്നാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോക്കൊക്കെ ലൈക്ക് നൽകാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, നിങ്ങൾ ലൈക്ക് നൽകാൻ മറക്കരുത്. ഓക്കെ, വളരെ കുറവാണ് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടുന്നതേ. കാരണം കുട്ടികൾ മാത്രമല്ലേ ഇത് കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ വേണം ലൈക്ക് ചെയ്യാനും. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം അല്ലേ. ഡാട്സ് എന്നാണ്, നിങ്ങൾക്കറിയാം അല്ലേ. ഇങ്ങനത്തെ ഒരു സംഖ്യാ വീല് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? ആൾ ആർ പ്ലേയിങ് ഡാട്സ്. ഡീർ, മങ്കി, പീകോക്ക് ഇവരൊക്കെ ഡാട്സ് കളിക്കുകയാണ്. എന്താണ് ഡാട്സ്? അമ്പെറിഞ്ഞ് കളിക്കുകയാണ്. അമ്പെറിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ നമ്പേഴ്സിലും കൊള്ളിക്കണം. അമ്പെറിഞ്ഞ് കളിക്കാൻ ആരൊക്കെ ഉണ്ട്? ഡീർ, മങ്കി, പീകോക്ക്, all are playing darts. Okay? Each player can throw 2 darts. ഓരോ പ്ലെയറും ഓരോ കളിക്കാരും 2 darts എറിയണം. 2 അമ്പ് എറിയണം. If the difference of the numbers hit is a number on the board, then there is a prize of 50 rupees. 50 rupees പ്രൈസ് ഉണ്ട്. അതെങ്ങനെ കിട്ടുമ്പോഴാണ്? നമ്മൾ ആദ്യം 2 നമ്പറിലേക്ക് ഡാട്സ് എറിഞ്ഞു, അമ്പെറിഞ്ഞു. അമ്പെറിഞ്ഞപ്പോൾ ആ 2 നമ്പറിൻ്റെ ഡിഫറൻസ് നമ്മൾ കാണണം. എങ്ങനെ ഡിഫറൻസ് കാണുക? സബ്ട്രാക്റ്റ് ചെയ്യണം അല്ലേ. ഒന്നിന്ന് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ എടുത്തു മാറ്റണം, സബ്ട്രാക്ഷൻ. അങ്ങനെ എടുത്തു മാറ്റുമ്പോൾ കിട്ടുന്ന ഉത്തരം ഈ പുറത്തുള്ള കളത്തിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ മാത്രമാണ് 50 റുപ്പീസ് പ്രൈസ് കിട്ടുള്ളൂ. നോക്കാം ആർക്കൊക്കെ പ്രൈസ് കിട്ടുന്ന. ഐ ഗോട്ട് 60 and 28. ഫോക്സ് പറയാണ്, എനിക്ക് 60യും 28ഉം കിട്ടി. ഡസ് ദ ഫോക്സ് ഗെറ്റ് ദ പ്രൈസ്? ഫോക്സിന് പ്രൈസ് കിട്ടുമോ? ഹൗ ഐ കാൽക്കുലേറ്റഡ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്ന് ഇവിടെ എഴുതണം നിങ്ങൾ. പ്രൈസ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. To find out if the fox gets a prize, we need to find the difference between 60 and 28. അല്ലേ? ഫോക്സിന് ഗിഫ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 60യിൽ നിന്ന് 28നെ സബ്ട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സബ്ട്രാക്ട് 20 from 60. 60 minus 20. 60 മൈനസ് 28 ആണ് നമുക്ക് കാണേണ്ടത്. നോക്കൂ, 60 മൈനസ് 28 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വി സബ്ട്രാക്ട് 20 ഫ്രം 60. 60 മൈനസ് 20 ഈക്വൽസ് 40. നെക്സ്റ്റ് സബ്ട്രാക്ട് 8 ഫ്രം 40. 8 from 40. The difference is 32. Since 32 is written on the board, look, 32 is written on the board. The fox get the prize. Okay, the fox get the prize. അപ്പം നിങ്ങൾ ഈ ഭാഗത്ത് ഈ കാൽക്കുലേഷനാണ് എഴുതേണ്ടത്. Who among these got prizes? Next നോക്കൂ, among these bear, monkey, peacock, deer.
ആരൊക്കെയാണ് ഇതിൽ ഇതേപോലെ പ്രൈസ് കിട്ടുക? എങ്ങനെയാണ് പ്രൈസ് കിട്ടുക? ഈസ് ദ നമ്പർ ഓൺ ദ ബോർഡ്. ആൻസർ കിട്ടുന്ന നമ്പർ ഈ ബോർഡിൽ ഔട്ടറിലായിട്ട് കിട്ടണം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലല്ല കേട്ടോ, ഔട്ടറിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ബെയറിന് എത്രയാണ്? 60 മൈനസ് 20 ഈക്വൽസ് 40. 40 ഇവിടെ ഉണ്ടോ? യെസ്. അപ്പൊ ബെയറിന് പ്രൈസ് ഉണ്ട്. ഇനി മങ്കി 28 മൈനസ് 16. 28 മൈനസ് 16 എങ്ങനെയാണ് 28 മൈനസ് 16 നമ്മൾ കാണുന്നത്? ആദ്യം നമ്മൾ ഈ 16 നമ്മൾ എന്താക്കി 10 പ്ലസ് 6 ആക്കാം. എന്നിട്ട് 28 നിന്ന് 10 ആദ്യം മൈനസ് ചെയ്യാം. സബ്ട്രാക്ട് 10 ഫ്രം 28 ഈക്വൽസ് എത്രയാണ്? 18. ഇനി 18 മൈനസ് 6. 18 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12. ഇപ്പൊ 12 ആണ് നമ്മുടെ മങ്കിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മങ്കിക്ക് പ്രൈസ് ഉണ്ടോ നോക്കൂ. ഇതാ 12 ഇവിടെ ഉണ്ട്. അപ്പോൾ മങ്കിക്കും പ്രൈസ് ഉണ്ട്. നെക്സ്റ്റ് പീകോക്കിന് 50 മൈനസ് 36 ആണ്. ഇപ്പൊ 50 മൈനസ് 36 നമ്മൾ കാണുക എങ്ങനെയാണ്? 36നെ 30 പ്ലസ് 6 ആക്കാം. എന്നിട്ട് 50 മൈനസ് 30 ഈക്വൽസ് 20. ഇനി 20യിൽ നിന്ന് 6 മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 14. 14 നമ്മുടെ ബോർഡിലുണ്ടോ? യെസ്. അപ്പോൾ ആരാണിത്? പീകോക്കിനും പ്രൈസ് ഉണ്ട്. ഇനി ഡീർ നോക്കാം. ഡീർ 36 മൈനസ് 28. 36ൽ നിന്ന് 28 മൈനസ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്കത് പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ രണ്ടിനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കി എഴുതാം. 30 പ്ലസ് 6 മൈനസ് 20 പ്ലസ് 8. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ആണല്ലോ. 6ൽ നിന്ന് 8 എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? എങ്ങനെ മൈനസ് ചെയ്ത് എഴുതാൻ പറ്റും? പറ്റില്ല. അപ്പൊ നമുക്ക് 36നെ മറ്റൊരു തരത്തിൽ എഴുതാം. 20 പ്ലസ് ഒരു 10 ഇങ്ങോട്ട് കൊടുക്കുക. ഒരു 10 കൊടുക്കുമ്പോൾ ഇവിടെ 20 ആവും, ഇവിടെ 16 ആവും അല്ലേ? ഈ 30യിൽ നിന്ന് ഒരു 10നെ ഇവിടേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ 16, ഇവിടെ 20. ഇനി മൈനസ് ചെയ്ത് നോക്കാം. 20 പ്ലസ് 8. അപ്പോൾ 16ന്ന് 8 മൈനസ് ചെയ്താൽ ഈ 8. 20ന്ന് 20 പോയി കഴിഞ്ഞാൽ പിന്നെ 0 ആണ് അല്ലേ? അപ്പോൾ ആൻസർ കിട്ടിയിരിക്കുന്നത് 8 ആണ്. ഡീറിന് കിട്ടിയിരിക്കുന്നത് 8 ആണ്. അപ്പോൾ 8 ഇവിടെ ഉണ്ടോ നോക്കൂ. 8 ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഡീറിന് പ്രൈസും ഇല്ല. അപ്പോൾ ആരൊക്കെയാണ് പ്രൈസ് വിന്നേഴ്സ്? ബെയർ, ആദ്യം ഫോക്സ്, മങ്കി, പീകോക്ക്. ആരൊക്കെയാണ് പ്രൈസ് വിന്നേഴ്സ്? നമുക്കിവിടെ എഴുതാം. ആ ഭാഗത്ത് എഴുതണം കേട്ടോ നിങ്ങൾ ടെക്സ്റ്റിൽ. ആദ്യം ഫോക്സ്, പിന്നീട് ബെയർ, മങ്കി, പീകോക്ക്. 4 പേർക്കും പ്രൈസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി ഫ്രൂട്ട് സ്റ്റാൾ. ഫ്രൂട്ട് സ്റ്റാളിൽ ആരാണ് ഫ്രൂട്ട് വാങ്ങാൻ പോയിരിക്കുന്നത്? മങ്കിയാണ്. മങ്കി ബോട്ട് ബനാന ഫോർ 40 rupees and mangoes for 45 rupees. He gave 2 50-rupee notes. How much does he get back? Monkey
എന്തൊക്കെയാണ് മങ്കി വാങ്ങിച്ചത്? മങ്കി ബോട്ട്, എഴുതി നോക്കാം. ബനാന 40 rupees. മാംഗോ എത്രയ്ക്കാണ്? മാംഗോസ് 445. അപ്പൊ ടോട്ടൽ എത്രയായിന്ന് നോക്കാം. ടോട്ടൽ 40 + 45 എത്രയാണ്? 505448 85 rupees. How much he gave? How much? 250 rupee notes. 250 rupee notes. 250. അതായത് 50 + 50, 250. That is 50 + 50 equals 100. ഇനി എന്താണ് ചോദിച്ചത്? ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ് ദിസ്? അപ്പം നമ്മൾ ഇതുപോലെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് 100ൽ നിന്ന് 85 സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? ഡിഫറൻസ് കാണണം. ഡിഫറൻസ് കാണാനും ബാലൻസ് കാണാനും ഒക്കെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 85 100ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. എങ്ങനെ 85 100ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം? ആദ്യം നമ്മൾ 85നെ 80യും 5ഉം ആക്കി. ഇനി 100ൽ നിന്ന് ആദ്യം 80 മൈനസ് ചെയ്തു. ദാറ്റ് ഈസ് 20. ഇനി 20ൽ നിന്ന് 5 മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 15. ഓക്കെ, അപ്പോൾ ഇനി ബാലൻസ് എത്രയാണ് കിട്ടുക? ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ് എന്നുള്ളതിൽ ഇതും എഴുതണം കേട്ടോ. ഹൗ മച്ച് ഡസ് ഹി ഗെറ്റ് ബാക്ക് എന്നുള്ളിടത്ത് 15 rupees എന്ന് എഴുതാം. ഇസ് ദർ എനി അതർ മെത്തേഡ്? ആ മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എഴുതാം കേട്ടോ. ഏതാണ് നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതാൻ ടീച്ചർ പറയുന്നത് വെച്ചാൽ അത് എഴുതാം. അപ്പം നമുക്ക് ഇത് മറ്റൊരു മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം. നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണ്? 85നെ 100ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? 85 എന്ന് വെച്ചാൽ എന്താണ്? 85നോട് എത്ര ചേർന്നാൽ 100 ആകും. അപ്പം അങ്ങനെ നോക്കിയാലും മതി. 85 കൂടെ ആദ്യം ഒരു 5 കൂട്ടുക. അപ്പം എത്രയായി? 85ഉം 5ഉം 90. ഇനി 90 കൂടെ എത്ര കിട്ടിയാലാണ് 100 ആവുക? 10. 90 + 10 100. ഇപ്പം നമ്മൾ ആകെ എത്രയാണ് ഇവിടെ കൂട്ടി നോക്കിയത്? 5ഉം 10ഉം. 5 + 10 15. ഇങ്ങനെയും നമുക്ക് മറ്റൊരു തരത്തിൽ കണ്ടുപിടിക്കാം. എത്ര കൂട്ടിയാൽ അതാകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എഴുതണം കേട്ടോ. നോട്ട്ബുക്കിൽ എല്ലാതും ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടെ എഴുതാൻ ടീച്ചർ പറയുന്നത് മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ. എലിഫന്റ് ബോട്ട് ഷുഗർ കെയിൻ ആൻഡ് കോക്കനട്ട് ലീവ്സ് ഫോർ 90 rupees. എലിഫന്റ് ഷുഗർ കെയിനും കോക്കനട്ട് ലീവ്സും കൂടി വാങ്ങിയത് 90 rupeesനാണ്. ദ പ്രൈസ് ഓഫ് ഷുഗർ കെയിൻ ഈസ് 62 rupees. ഷുഗർ കെയിന് 62 rupees ആണ്. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് കോക്കനട്ട് ലീവ്സ്? അപ്പോൾ കോക്കനട്ട് ലീവ്സിൻ്റെ പ്രൈസ് എത്രയാണ്? ഇപ്പം നമ്മൾ ആകെ പെൻസിലും പേനയും കൂടിയിട്ട് 12 രൂപയ്ക്ക് വാങ്ങി. പേനയുടെ വില 10 അപ്പോൾ പെൻസിലിൻ്റെ വില എത്രയാണ്? 12ൽ നിന്ന് 10 കുറച്ചാൽ ബാക്കി കിട്ടുന്ന 2 അല്ലേ? അതുപോലെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. എലിഫന്റ് ബോട്ട് ഷുഗർ കെയിൻ ആൻഡ് കോക്കനട്ട് ലീവ്സ്. ഷുഗർ കെയിൻ ആൻഡ് കോക്കനട്ട് ലീവ്സ് രണ്ടിനും കൂടി 90 rupees ആണ്. ഷുഗർ കെയിന് എത്രയാണെന്നാണ് പറഞ്ഞത്? 62.
ഷുഗർ കെയിന് 62 റുപ്പീസാണ്. അപ്പോൾ കോക്കനട്ട് ലീവ്സിന് എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്യണം? 90യിൽ നിന്ന് 62 എടുത്തു മാറ്റണം, സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? 62 സബ്ട്രാക്ട് ഫ്രം 90 മൈനസ് 62. അപ്പോൾ 62 90യിൽ നിന്ന് മൈനസ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 60യും 2 ആക്കണം കേട്ടോ, അപ്പോഴാണ് ഈസി. അപ്പോൾ 90യിൽ നിന്ന് 60 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 30. ഇനി 30 നിന്നാണ് നമ്മൾ 2 മൈനസ് ചെയ്യുന്നത്, അത് 28 ആണ്. അപ്പോൾ കോക്കനട്ട് ലീവ്സിന് എത്ര രൂപയാണ്? കോക്കനട്ട് ലീവ്സ് റുപ്പീസ് 28 റുപ്പീസ്. ഇവിടെ നമ്മൾ കോക്കനട്ട് ലീവ്സിന് എത്രയാണ്? 28 റുപ്പീസ് എന്ന് എഴുതണം. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദ ക്ലാസ്, ദെൻ റൈറ്റ് ഇറ്റ് ഡൗൺ. എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെയാണ് എന്ന്. രണ്ടിനും കൂടി, ഷുഗർ കെയിനും കോക്കനട്ട് ലീവ്സിനും കൂടി 90, ഷുഗർ കെയിന് 62. അപ്പോൾ കോക്കനട്ടിന് എത്രയാണെന്ന് അറിയാൻ കോക്കനട്ട് ലീവ്സിന് 90യിൽ നിന്ന് 62 മൈനസ് ചെയ്താൽ മതി, അപ്പോൾ കിട്ടും. ഇങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. നെക്സ്റ്റ് സർക്കസ് ആണ്. സർക്കസ് സ്റ്റാർട്ട്സ് അറ്റ് 4 PM. സർക്കസ് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ആവുന്നത്? 4 PM-നാണ്. 7 monkeys came to watch the circus. 7 monkeys ആണ് സർക്കസ് കാണാൻ വന്നിട്ടുള്ളത്. 20 rupees for a chair and 10 rupees for a seat in the gallery. നോക്കുക, ഇതാണ് ചെയർ അല്ലേ? മുന്നിലിരിക്കുന്ന ഒക്കെ ചെയർ ആയിരിക്കും. പിന്നെ അങ്ങനെ മേലെ ഗാലറി ഉണ്ടാവും. ഗാലറിയിൽ ₹10 ആണ്. ഗാലറിയുടെ 20 റുപ്പീസാണ് ചെയറിന്. ഹൗ മച്ച് മോർ ഫോർ ചെയേഴ്സ് ദാൻ ഗാലറി സീറ്റ്സ് ഫോർ ആൾ. ഈ 7 പേർക്കും ചെയറിൽ ഇരിക്കണമെങ്കിൽ ഗാലറി സീറ്റിനേക്കാൾ എത്ര കൂടുതൽ കൊടുക്കണം? ഗാലറിക്ക് ഓരോരുത്തർക്കും 10 ആണ് അല്ലേ? അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. വി ക്യാൻ ഫൈൻഡ് വിത്തൗട്ട് കാൽക്കുലേറ്റിംഗ് ദ ടോട്ടൽ എമൗണ്ട്സ് സെപ്പറേറ്റ്ലി. നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. കോസ്റ്റ് ഓഫ് ചെയറിന് എത്രയാണ്? 20. ഗാലറി, കോസ്റ്റ് ഓഫ് ഗാലറി 10. കാൽക്കുലേറ്റ് ചെയ്യാതെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ഗാലറിയും ചെയറും തമ്മിലുള്ള ഡിഫറൻസ് 20 മൈനസ് 10, അതായത് 10 അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും 10 റുപ്പീസിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ 7 മങ്കീസിന് എത്ര രൂപയുടെ വ്യത്യാസം വരും? 710 റുപ്പീസ്. 710 റുപ്പീസ്. 710 റുപ്പീ എത്രയാണ്? 70 റുപ്പീസ്. 710 റുപ്പീ എത്രയാണ്? 70 റുപ്പീസ്. അപ്പോൾ 70 റുപ്പീസ് എക്സ്ട്രാ. എത്രയാണ് വേണ്ടത്? 70 റുപ്പീസ് എക്സ്ട്രാ ആവശ്യമാണ്. ഓക്കെ, ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് എഴുതിയത് നിങ്ങൾ ഇത് നിങ്ങൾ എങ്ങോട്ട് എഴുതണം? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, ഇനി ഹൗ മെനി റാബിറ്റ്സ് there were rabbits also at the forest fest. 85 rabbits in all. 23 of them are young. How many grown-up rabbits? There are 38 female rabbits. How many male rabbits? എന്താണ് ചോദിച്ചത്? ടോട്ടൽ റാബിറ്റ് എത്രയാണ്?
എന്താണ് ചോദിച്ചത്? ദർ വർ റാബിറ്റ്സ് ആൾസോ അറ്റ് ദ ഫോറസ്റ്റ് ഫസ്റ്റ്. ഫസ്റ്റിന് റാബിറ്റ്സ് ഉണ്ട്. ടോട്ടൽ 85 റാബിറ്റ്സ് ഉണ്ട്. അതിൽ 23 യങ് ആണ്, ചെറുപ്പമാണ്. ഹൗ മെനി ഗ്രോൺ അപ്പ് റാബിറ്റ്സ്? ഇപ്പം 23 റാബിറ്റ്സ് യങ് ആണെന്ന് പറഞ്ഞല്ലോ, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഗ്രോൺ അപ്പ് റാബിറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? അത് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ടു ഫൈൻഡ് ഹൗ മെനി ഗ്രോൺ അപ്പ് റാബിറ്റ്സ് എന്ത് ചെയ്യണം നമ്മൾ? ടോട്ടൽ റാബിറ്റ്സിൽ നിന്ന് യങ് റാബിറ്റ്സിനെ മൈനസ് ചെയ്യാം. ടോട്ടൽ റാബിറ്റ്സിൽ നിന്ന് യങ് റാബിറ്റ്സിനെ മൈനസ് ചെയ്യണം. 85ൽ നിന്ന് ആദ്യം നമ്മൾ 23നെ നമ്മളിങ്ങനെ ആക്കണം. ഇതെപ്പോഴും ഓർമ്മിക്കുക കേട്ടോ. 20 മൈനസ് ചെയ്തു. അപ്പോഴോ 20 ചെയ്യുമ്പോൾ ഇതെങ്ങനെ എത്ര പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട, ഇങ്ങനെ ചെയ്യാം. കണ്ടോ, 5 0 പോയാൽ 5, 8 2 പോയാൽ 6, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കൂട്ടിയിട്ടും നമുക്ക് എഴുതാം കേട്ടോ. 5 0 5 6 + 2 8. അപ്പോൾ ഇവിടെ നമുക്ക് 65 കിട്ടും. ഇനി ഈ 65ൽ നിന്ന് ഈ 3 കൂടെ മൈനസ് ചെയ്യണം. 65ൽ നിന്ന് 3 മൈനസ് ചെയ്തു. നോക്കൂ എത്രയാണ്? 5 - 3 = 2. പിന്നെ 6 ഇവിടെ തന്നെ ഇറക്കി വയ്ക്കാം. 62. അപ്പോൾ ഹൗ മെനി ഗ്രോൺ അപ്പ് റാബിറ്റ്സ്? 62. ഇനി ഇവിടെ വേറൊന്നും കൂടി ഉണ്ട് ചോദിച്ചിട്ടുള്ളത്. ദർ ആർ 38 ഫീമെയിൽ റാബിറ്റ്സ്. 85ൽ 38 ഫീമെയിൽ ആണ്. ഹൗ മെനി മെയിൽ റാബിറ്റ്സ്? എത്ര ആണുങ്ങളായ റാബിറ്റ്സ് ഉണ്ട്? 38 ഫീമെയിൽ ആണ്, പെണ്ണുങ്ങളാണ്. അപ്പോൾ 85ൽ 38ഉം ഫീമെയിലാണ്. 85ൽ നിന്ന് 38നെ എടുത്ത് മാറ്റുക. ഫീമെയിലിനെ അങ്ങോട്ട് മാറ്റിയ ബാക്കിയുള്ളതൊക്കെ എന്താണ്? മെയിലാണ്. അപ്പോൾ നമ്മൾ 38നെ ഇവിടുന്ന് മാറ്റാം. 85 - 30. 85ൽ നിന്ന് ആദ്യം നമ്മൾ 30 മൈനസ് ചെയ്ത് നോക്കൂ. 5ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ 5, 8ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 5. അപ്പോൾ ആൻസർ എത്രയാണ്? 55. ഇനി നമുക്ക് 55ൽ നിന്ന് 8 മൈനസ് ചെയ്യണം അല്ലേ? 55 - 8. 55നെ നമുക്ക് 40ഉം 15ഉം ആക്കി മാറ്റാം. എന്നാലേ നമുക്ക് 8 മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ 15ൽ നിന്ന് 8 മൈനസ് ചെയ്യുമ്പോൾ 7 അല്ലേ? 7 കൂടെ 8 കൂട്ടിയാൽ 15 ആവും. എങ്ങനെ നമ്മളിത് മൈനസ് ചെയ്യുക? 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 13, 14, 15, 7. കണ്ടില്ലേ? ഇവിടെ 14 ഒന്നും മൈനസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് 40. അപ്പോൾ എത്ര കിട്ടും? 47. അപ്പോൾ എത്ര മെയിലാണ്? 47 മെയിൽ റാബിറ്റ്സ്. 38 ഫീമെയിൽ റാബിറ്റ്സ്. ഹൗ മെനി മെയിൽ റാബിറ്റ്സ് എന്ന് ചോദിച്ചില്ലേ? ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? 47 മെയിൽ റാബിറ്റ്സ്. 47. ഇതെല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ 85 റാബിറ്റ്സ് ആണ്. അതിൽ 23 യങ് റാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോൺ അപ്പ് റാബിറ്റ്സ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി 85ൽ നിന്ന് യങ് റാബിറ്റ്സിനെ മാറ്റി. അത് മാറ്റാൻ വേണ്ടി നമ്മൾ 20 + 3 ആക്കിയിട്ടോ 23നെ. എന്നിട്ട് 85ൽ നിന്ന് ആദ്യം 20 മൈനസ് ചെയ്തു. അപ്പോൾ 65. ഇനി 85ൽ നിന്ന് 20 മൈനസ് ചെയ്തു. അപ്പോൾ 65. 65ൽ നിന്ന് 3 മൈനസ് ചെയ്തു. അപ്പോൾ 62. അപ്പോൾ ഗ്രോൺ അപ്പ് റാബിറ്റ്സ് 62. ഇനി ഫീമെയിൽ റാബിറ്റ്സ് 38 ഉണ്ട്. അപ്പോൾ എത്ര മെയിൽ റാബിറ്റ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ടോട്ടലിൽ നിന്ന് ഫീമെയിലിനെ മാറ്റി. 85ൽ നിന്ന് ആദ്യം 30ഉം പിന്നെ 55ൽ നിന്ന് 8ഉം മൈനസ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 47 മെയിൽ റാബിറ്റ്സ് എന്നാണ്. അപ്പോൾ ഹൗ മെനി ഗ്രോൺ അപ്പ് എന്നുള്ളിടത്ത് 65,
ഹൗ മെനി മെയിൽ എന്നുള്ളിടത്ത് 47. ഓക്കെ.